നമ്മുടെ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. പക്ഷേ ഈ കൊഴുപ്പിനെ നമ്മൾ പലപ്പോഴും പ്രതിക്കൂട്ടിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. കാരണം അമിതമായ കൊഴുപ്പ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നു എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി കൂടുതൽ കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാകാം, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാം. അങ്ങനെ പല രോഗങ്ങൾക്കും കൊഴുപ്പ് കാരണമാകുന്നുണ്ട് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൊഴുപ്പിനെ ഇങ്ങനെ നമുക്ക് പ്രതിക്കൂട്ടിൽ കയറ്റണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊഴുപ്പിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൊഴുപ്പ് പല വിധത്തിലാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഒന്ന്, അതിൻ്റെ അളവ് കൂടുന്നത് നമുക്ക് ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാം. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ 50% കാർബോഹൈഡ്രേറ്റും 30% കൊഴുപ്പും അതുപോലെ തന്നെ 20% പ്രോട്ടീനുമാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സാധാരണ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊഴുപ്പിൻ്റെ അളവ് 30-ൽ നിന്ന് 35-40% അപ്പോൾ കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്ന ആ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു, നമ്മുടെ ത്വക്കിനടിയിൽ സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ ത്വക്കിനടിയിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നു, നമുക്ക് ഒബീസിറ്റി ഉണ്ടാകുന്നു. പക്ഷേ കൊഴുപ്പ് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ സൂക്ഷിക്കുമ്പോഴാണ് അത് കൂടുതൽ അപകടകാരിയാകുന്നത്. അതിൽ നിന്നും ധാരാളം കെമിക്കൽസ് അത് റിലീസ് ചെയ്യുന്നുണ്ട്. അത് പലവിധ രോഗങ്ങൾക്കും കാരണമാകുന്നു. ഉദാഹരണമായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, PCOD തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് കാരണമാകും. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുവാൻ അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ കൊഴുപ്പിൻ്റെ അളവ് കൂട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഒരേ അളവിൽ തന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും കഴിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് 4 കാലറിയാണ് അതിൽ നിന്നും കിട്ടുന്നത്. അതേ സമയത്ത് 1 ഗ്രാം പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമുക്ക് 8 കാലറി കിട്ടും. കൊഴുപ്പാണെങ്കിൽ 1 ഗ്രാം കഴിക്കുമ്പോൾ ഏതാണ്ട് 9 കാലറി ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അതായത് ഒരേ അളവിലുള്ള കാർബോഹൈഡ്രേറ്റും ഒരേ അളവിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ അത്രയും തന്നെ കൊഴുപ്പ് കഴിക്കുമ്പോൾ നമുക്ക് കൊഴുപ്പിൽ നിന്ന് കിട്ടുന്ന കാലറി ഏതാണ്ട് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടിയോളമാണ് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ കൊഴുപ്പ് പ്രത്യേകിച്ച് സാച്ചുറേറ്റഡ് കൊഴുപ്പ്, അതായത് പൂരിത കൊഴുപ്പ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്ന കൊഴുപ്പാണ് നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടി ക്രമേണ അത് ബ്ലോക്കായിട്ട് മാറി നമുക്ക് ഹൃദയാഘാതവും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകുവാൻ കാരണമാകുന്നു. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കൊഴുപ്പ് എപ്പോഴും അപകടകാരിയല്ല. അതായത് നമുക്ക് 2 തരത്തിലുള്ള കൊഴുപ്പുണ്ട്. നല്ല കൊഴുപ്പുണ്ട്, ചീത്ത കൊഴുപ്പുണ്ട്. നല്ല കൊഴുപ്പാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണത്. അത് നമുക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ omega-3 ഫാറ്റി ആസിഡ്. അതേ സമയത്ത് സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കൊഴുപ്പും വളരെ അപകടകാരിയാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ HDL കൊളസ്ട്രോളിൻ്റെ, നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളായ LDLൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അത് ക്രമേണ നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ ഉണ്ടാകുവാൻ കാരണമാകുകയും ചെയ്യും. അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഏറ്റവും വലിയ അപകടം. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ റെഡ് മീറ്റിലാണ്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിലുണ്ട്, എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്. അടുത്ത കാലത്ത് നടത്തിയ ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ നേരത്തെ വിചാരിച്ച പോലെ അത്ര അപകടകാരി അല്ല എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് വേണമെങ്കിൽ മിതമായ അളവിൽ കഴിക്കാം. പക്ഷേ ഏറ്റവും അപകടകാരിയായ കൊഴുപ്പ് ട്രാൻസ് ഫാറ്റാണ്. അത് നമുക്ക് വെജിറ്റബിൾ ഓയിൽസിനകത്ത് ഹൈഡ്രോജനേഷൻ അല്ലെ ഹൈഡ്രജൻ ആറ്റം ആഡ് ചെയ്ത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. ബേക്കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ് ഫാറ്റാണ്. ഡാൽഡ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ എണ്ണ നമ്മൾ കൂടുതൽ ഊഷ്മാവിൽ ചൂടാക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ട്രാൻസ് ഫാറ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നല്ല കൊളസ്ട്രോളായ HDL കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളായ LDLൻ്റെ അളവ് കൂട്ടുന്നു. ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നു.
അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹൃദയാഘാതം, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റീസ് തുടങ്ങി പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊഴുപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല കൊഴുപ്പ് നമുക്ക്, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ നമ്മൾ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നട്ട്സ്, ബദാം പരിപ്പ്, വാൾനട്ട്, കാഷ്യൂനട്ട് ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, സീഡ്സ് ഉപയോഗിക്കാം. അതേ സമയത്ത് സാച്ചുറേറ്റഡ് ഫാറ്റായ റെഡ് മീറ്റ്, അതുപോലെ തന്നെ മുട്ടയിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ നമ്മുടെ പാലുൽപ്പന്നങ്ങളിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്, അതൊക്കെ നമുക്ക് മിതമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് ട്രാൻസ് ഫാറ്റാണ്. അത് നമുക്ക് വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു കൊഴുപ്പാണ്. അപ്പോൾ കൊഴുപ്പിനെ സംബന്ധിച്ച് നല്ല കൊഴുപ്പേത്, ചീത്ത കൊഴുപ്പേത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ ഈ കൊഴുപ്പ് എങ്ങനെ അപകടകാരിയാകുന്നു എന്നതിനെ പറ്റിയും ഉള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾ മാക്സിമം, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.